അസൽ പണിക്കാരനാണ്. പണിയിൽ അദ്ദേഹത്തിന് വെല്ലാനായിട്ട് ആരുമില്ല. പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ പണിയുമില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് തിരക്കുണ്ടായിരുന്ന ഒരു പണി എടുക്കുന്നതിൻ്റെ ഒരു ഓണറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നല്ല പണി അറിയാം, പക്ഷേ പണിയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്ക് പണിയില്ലെങ്കിലും അവരുടെ കമ്പനിക്ക് പണി ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയായിരുന്നു വർഷങ്ങളായിട്ട്. ഒരുപാട് എഞ്ചിനീയർമാരുടെ പണികൾ വരുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് പണിയില്ല, പോകാത്ത സ്ഥലങ്ങളില്ല, നോക്കാത്ത കാര്യങ്ങളില്ല, വിദ്യകളില്ല, എന്തെന്നറിയില്ല. അപ്പം എന്താന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായിരിക്കുന്നത് ആഭിചാര പ്രവൃത്തികൾ വരെ ഉണ്ടായി. അപ്പം അതിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്ന ചില വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി. അവരെടുത്ത പണിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അത് പാടില്ലാത്തതാണ്, പക്ഷേ അദ്ദേഹം നേരിട്ടെടുത്തിട്ടുള്ളതല്ല. അത് എഞ്ചിനീയർ മുഖേന എടുത്തിട്ടുള്ള വർക്കായിരുന്നു. പക്ഷേ അത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ഒക്കെ മേടിക്കുന്ന അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം വെറുതെ ഇരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയും ഒരുപാട് ആളുകളുടെ അന്നാണ് ഇത് കയ്യിൽ നിന്നും പോയിട്ടുള്ളത്. അദ്ദേഹം നല്ല പണി പണിതു. ആ പണിതതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എടുത്ത പണി മുഴുവനാക്കാൻ പറ്റിയില്ല. പണിക്കാരും തല്ലും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, പൈസയുടെ പേരിലും മറ്റു ചില കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവരാകെ ടീമൊക്കെ കൊത്തിപ്പിരിഞ്ഞു. അദ്ദേഹത്തിന് പണിയില്ല. പണിയെടുക്കാനായിട്ട് എടുത്താലും അത് ധൈര്യത്തോടു കൂടി പണിയാനായിട്ട് അദ്ദേഹത്തിന് ടീമില്ല, ആളുകളില്ല. അങ്ങനെ എവിടെ ചെന്ന് ചോദിച്ചാലും ഇദ്ദേഹത്തിന് പണി കിട്ടില്ല. ആരെ വിളിച്ചാലും അഥവാ പണി വന്നാലും ആരെ വിളിച്ചാലും ഇദ്ദേഹത്തിന് വരില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ വരില്ല. അപ്പോഴാണ് അദ്ദേഹം ശരിക്ക് കണ്ണീരോട് കൂടിയിട്ട് ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ല. പല ആളുകൾക്കും ഇതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അത് തൊഴിലാകാം, അല്ലെങ്കിൽ മറ്റു മേഖലകളിലാകാം, ഒക്കെ കെട്ടിയിട്ട പോലെ സ്തംഭിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവുക, സ്തംഭനാവസ്ഥ ഉണ്ടാവുക. പൊതുവെ ഇപ്പോൾ പണി കുറവാണ് എങ്കിലും ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവൃത്തികളെ കൊണ്ട് ബന്ധനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വന്നിരുന്ന പണികളൊക്കെ വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. അദ്ദേഹം നോക്കണ്ടേ, എന്താണ് ഏതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു സ്റ്റക്കാവാനായിട്ടുള്ളൊരു സാധ്യത. അങ്ങനെ നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, കാരണം അതൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ചിലവർക്ക്. അങ്ങനെയാണ്. അത് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചിലവർ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ളതായൊരു വശപ്പശക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടി ഇറങ്ങും. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് അത് അന്വേഷിച്ച് പോകും. അപ്പോൾ അവരതിൻ്റെ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇനി എന്ത് വേണം എന്നുള്ള കാര്യത്തിന് കൂടി പരിഹാരം കണ്ടിട്ട് അവർ വരുള്ളൂ. മറ്റുള്ള ആളുകളത് പറഞ്ഞാലോ കണ്ടാലോ കേട്ടാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് കൊണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും ഏതാണ്ടൊക്കെ നശിച്ചു പോയിരിക്കും. അപ്പോൾ ആരുടെയും വാക്ക് അവർ വിശ്വസിക്കില്ല. അവർക്ക് ബോധ്യമായില്ല. ചിലവർ അങ്ങനെയാണ്. നമുക്ക് ബോധ്യമാവണം, അല്ലെങ്കിൽ കാണണം, ഇന്നതുണ്ട് അവിടെ എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി തന്നെ അവർ അംഗീകരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പണിസ്ഥലം പോയി, പണി പോയി. അങ്ങനെ അപ്പം അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ സമയം നോക്കുമ്പോൾ ഏഴരശനിയുടെ സമയമാണ്. അപ്പോൾ ഏഴരശനിയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു അവസ്ഥയിൽ എന്താ വെച്ചാൽ വളരെയധികം ദുരിതങ്ങൾ തന്നെ പറയാം. നല്ലതെന്ന് പറയാനായിട്ട് അധികം ഒന്നുമില്ല എങ്കിലും ചില ഭാഗങ്ങളെ കൊണ്ട് പറയാമെങ്കിലും പ്രത്യക്ഷത്തിൽ ഏഴരശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളൊക്കെ ഇനി ഉണ്ടാകുക. അത് തൊഴിൽ ഒന്നാലും മുടക്കങ്ങൾ വരും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകണം എന്നാണ് പറയണത്. പൂർണ്ണമായിട്ട് നശിച്ചു പോകണം. അപ്പം അതിന് ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇദ്ദേഹം ജോലി ചെയ്യരുത്, മറ്റൊരു തൊഴിലെടുക്കരുത്, മറ്റൊരു പണിയെടുക്കരുത്, എടുത്താലും അത് മുഴുവനാക്കരുത്, അവൻ കള്ളനാകണം, മറ്റുള്ളവരുടെ മുന്നിലെ നാണക്കേടാകണം എന്നുള്ളതായ സങ്കല്പത്തോടു കൂടി അവരോരോരോ മടവതി ക്ഷേത്രത്തിലോ മടവതി സ്ഥാനങ്ങളിലോ കർമ്മികളോട് കണ്ട് അവരതിലുള്ള കാര്യങ്ങൾ ഉത്തരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അത് മാതിരി സാധ്യമാക്കി കൊടുക്കും. അപ്പോൾ അവർക്കും ഈ സമയം അനുകൂലമല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ പണി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉന്നം വിളയ്ക്കാതെ അവരുടെ നെഞ്ചിൽ തന്നെ കിട്ടുന്ന പോലെ ഉണ്ടാകുക.
അപ്പം അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തൊഴിലില്ലാത്ത ആളായി, മറ്റുള്ള ആളിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കൊക്കെ വളരെ വിഷമമായി. കാരണം ഇദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിട്ടാണ് അവരിയ്ക്കുക. വീട്ടിൽ ഇദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് വളരെയധികം വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം ഇന്ന് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും കടമില്ലാത്തതൊന്നുമില്ല, കടമെടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ജോലി അത് നടക്കാതെ വരുമ്പോൾ ഈ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അടവുകൾ, പൈസ അടയ്ക്കേണ്ട ബാങ്കിലാവട്ടെ വ്യക്തികളിലാവട്ടെ ഏതോ ഇതായാലും ശരി, അതിനൊക്കെ മുടക്കങ്ങൾ വരുമ്പോൾ അത് പല തവണകളാവുമ്പോൾ, ദിവസങ്ങളും മടങ്ങളൊക്കെ ആകുമ്പോൾ അത് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ പാർട്ടികൾ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ വീട്ടുകാർ തമ്മിൽ വഴക്കാകും. അപ്പോൾ ഭക്ഷണം കഴിക്കില്ല, വീട്ടിലേക്ക് കയറില്ല, വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയിരിക്കും, ചിലർ വെള്ളടിക്കും, ചിലർ വിരിക്കും. അങ്ങനെയൊക്കെ ദുരിതങ്ങളായിട്ട് അല്ലെങ്കിൽ നാട് വിടേണ്ട അവസ്ഥ ഉണ്ടാവുക. പൈസ കൊടുത്തിട്ട് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റാണ്ടൊക്കെ വരുമ്പോൾ ചിലർ നാട് വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അപ്പോൾ അവരെ ഇതിനൊക്കെ ഒന്നിനൊന്ന് അങ്ങനെ ഒരു ജോയിൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ ഏഴരശനി ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടകശനി 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനാണ്. അപ്പം ആ കർമ്മത്തിൽ 4ലോ 7ലോ 10ലോ കണ്ടകം വന്നാൽ, 10ലോ 4ലോ 7ലോ 10ലോ ശനി നിൽക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയാം. അപ്പോൾ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തൊഴിൽ ഭാഗം, തൊഴിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ജോലി, ആ ജോലിയിലാണ് ഈ ശനി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ദുരിതങ്ങൾ, അസ്വസ്ഥതകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ അങ്ങനെല്ലാം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിനോട് തന്നെ അദ്ദേഹം ചിലപ്പോൾ വിശ്വാസിയായിരിക്കില്ല. അത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടെങ്കിലും അവർ അനുഭവിച്ചറിഞ്ഞാലേ അവരതിലേക്ക് വരുള്ളൂ. അപ്പോൾ അവരുടെ ധർമ്മദൈവങ്ങളും ഇതേപോലെ തന്നെ ചിലപ്പോൾ ദുരിതത്തിലായിരിക്കാം. കാരണം ധർമ്മദൈവങ്ങൾ ദുരിതത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടെല്ലാം പ്രശ്നങ്ങളും ഒതുക്കുകയും, കാരണം ഈ വ്യക്തിക്ക് ഏഴരശനി കുടുംബനാഥനെ ഏഴരശനി തുടങ്ങുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ വരാനായിട്ട് തുടങ്ങും. അതിനൊക്കെ മല്ലടിച്ച് കാത്തുരക്ഷിക്കുക അവരായിരിക്കും, ധർമ്മദൈവങ്ങളായിരിക്കും. ആ ധർമ്മദൈവങ്ങൾക്ക് ചിലപ്പോൾ വെളുക്കുമില്ല, തിരിവില്ല, അന്നമില്ല, നീരുമില്ല, ഒന്നുമില്ലാണ്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയവും. അപ്പം ഈ ബാധാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് മല്ലടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ശക്തിയൊക്കെ നശിക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവർക്ക് തന്നെ, കാരണം അവരുടെ സഹായം ഇല്ല. അപ്പോൾ അവരുടെ ശാപങ്ങളെ പിന്നെ വരിക. കാരണം നമുക്കൊക്കെ ആളുകൾ ഉണ്ടായിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളതിന്. അപ്പം വീണ്ടും ദുരിതങ്ങൾ വരുമ്പോൾ അത് വീട്ടിലുള്ള കുടുംബ കലഹങ്ങളായി, പ്രശ്നങ്ങളായി, വഴക്കുകളായി, ഭക്ഷണം ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ മരിക്കാനായിട്ട് ശ്രമിച്ചാരെങ്കിലും, അല്ലെങ്കിൽ വീണു, കാല് വഴിക്ക് വീണു, അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ വരുമ്പോഴാണ് പിന്നീട് അവർ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നോക്കിയറിയാം. അങ്ങനെ നോക്കിയറിയുമ്പോൾ അതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ ധർമ്മദൈവങ്ങൾക്കും അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രേത ദുരിതങ്ങൾ ഉണ്ടാകും, ശത്രുദോഷങ്ങൾ ഉണ്ടാകും, സ്ഥലപരമായി കാണിക്കുന്ന മറ്റ് അനർത്ഥങ്ങൾ ഉണ്ടാകും, ദേവീദേവന്മാർക്ക് അശുദ്ധി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രശ്നം വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാം. അത് ചിലത് താമ്പൂല പ്രശ്നം വെച്ചിട്ടാവും, ചിലപ്പോൾ അഷ്ടമലി പ്രശ്നം വെച്ചിട്ടാവും അറിയാൻ കഴിയുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് പോരായ്കൾ, എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം ദുരിതങ്ങൾ വരാൻ കാരണം, ഇനി ഇതിനെ മറികടക്കാൻ എന്ത് വേണം എന്നുള്ളതൊക്കെ ആ പ്രശ്നം വയ്ക്കുന്നതായ ആ ഗുരുനാഥൻ പറയുമ്പോൾ അതിനനുസരിച്ച് നീങ്ങാനോ അവർ തയ്യാറായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ജോലി, ആ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലിയുണ്ട്, അല്ലെങ്കിൽ കടയുണ്ട്, സ്ഥാപനമുണ്ട്, അത് തുറക്കാൻ പറ്റുന്നില്ല, തുറക്കാനായിട്ട് തോന്നുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അഥവാ തുറന്നാലും ഒന്നും അവിടെ ഉണ്ടാവില്ല കാര്യമായിട്ട്. പിന്നെ അത് എങ്ങനെയും പൂട്ടി പോകുന്ന മതി എന്നായിരിക്കും. അപ്പം ഇത്തരം സന്ദർഭത്തിലൊക്കെ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ വളരെ ദുരിതങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുക. അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് വെച്ചെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും ഓടിപോലല്ല, അത് നിരന്തരമായിട്ട് നമുക്ക് ജോലിക്കോ മറ്റോ വരുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ പണിയെടുത്താലും അതിനൊരു കൃത്യമായിട്ടുള്ളതായൊരു നല്ലൊരു മറുപടിയോ അല്ലെങ്കിൽ മറ്റുള്ള തൊഴിലാളികളായിട്ടുള്ള നല്ലൊരു സമ്പർക്കത്തിലല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് അറിയുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.